ഹായ് ഗായ്സ്, അപ്പോൾ പുതിയൊരു വീഡിയോയിട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ സബ്സ്ക്രൈബർ ആവശ്യപ്പെട്ടിരുന്നു ഷാഡോ എഫക്ട്സിൽ ജോയിൻ ചെയ്യുന്നത് എൻ്റെ കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് ഷാഡോ എഫക്ട്സിൻ്റെ കുറിച്ചുള്ള ഒരു വിശദമായിട്ടുള്ള വീഡിയോ ചെയ്യാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ പറയുന്നത് എൻ്റെ അഭിപ്രായമാണ്. എനിക്ക് ഇത്രയും ദിവസം ഞാൻ ഓഡിയോയിൽ നിന്ന് എനിക്ക് മനസ്സിലായ കാര്യമാണ്. ഇപ്പോൾ ഷാഡോ എഫക്ട്സ് എന്ന് പറയുന്നത് ഒരു ഇ കൊമേഴ്സ് ആപ്ലിക്കേഷനാണ്. മെയിനായിട്ട് അവർ ഇ കൊമേഴ്സാണ് അവർ ഫോക്കസ് ചെയ്യണത്. പിന്നെ ഫുഡും ഉണ്ട്. ഇ കൊമേഴ്സ് എന്ന് പറയണത് നമ്മളെ ഫ്ലിപ്കാർട്ട്, ആമസോൺ, സ്നാപ്ഡീൽ അങ്ങനെയുള്ള ഐറ്റംസിൻ്റെ എല്ലാം ഓർഡർ നമ്മൾ എടുക്കും. പിന്നെ ഇ കൊമേഴ്സിൻ്റെ ഓർഡർ എടുക്കുന്നത് ഞാൻ ഒരു ദിവസം സ്പെഷ്യൽ വീഡിയോ ആയിട്ട് ചെയ്യാം, അത് മാത്രമായിട്ട് ചെയ്യാം. പിന്നെ രാവിലെ തൊട്ട് വൈകുന്നേരം ഹബ്ബിൽ ചെന്ന് പിക്ക് ചെയ്യണ അതൊക്കെ ഉണ്ട്, അത് ഞാൻ പ്രത്യേക ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. പിന്നെ അടുത്തത് ഷാഡോ എഫക്ട്സിൽ ജോയിൻ ചെയ്യുന്നത് ഇതിൻ്റെ കൂടെ ഞാൻ ക്ലിപ്പിൽ ആഡ് ചെയ്യാം. എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി, ഞാൻ എടുത്തതാണ്, എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി, അത് ഞാൻ വേറെ എടുത്ത് ഈ ക്ലിപ്പിലോട്ട് ആഡ് ചെയ്യാം. അപ്പോൾ ഗായ്സ്, ഷാഡോ എഫക്ട്സ് എങ്ങനെയാണ് ജോയിൻ ചെയ്യുന്നത്, അതിൻ്റെ സെറ്റിങ്സൊക്കെ കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. ഫസ്റ്റ് നമ്മൾ പ്ലേ സ്റ്റോർ എടുക്കുക. പ്ലേ സ്റ്റോർ എടുത്തതിന് ശേഷം ഷാഡോ എഫക്ട്സ് അടിച്ചു വിടുക. ഷാഡോ എഫക്ട്സ് ഇതാ, അതിൽ ഷാഡോ എഫക്ട്സ് വന്നിട്ടുണ്ട്. ഇൻസ്റ്റാൾ കൊടുക്കുക. ഓപ്പൺ കൊടുക്കുക. ഇതാണ് ഇതിൻ്റെ ഇൻ്റർഫേസ്. എന്നിട്ട് അലോ കൊടുക്കണം. ലൊക്കേഷൻ, ലാംഗ്വേജ് കൊടുക്കുക. ലോഗിൻ കണ്ടല്ലോ, അവിടെ കൊടുക്കണം. എന്നിട്ട് അലോ കൊടുക്കണം. കോൾ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, ഇപ്പോൾ ഇത്രയാണ് ബേസിക്കായിട്ട് ചെയ്യാനുള്ളത്. ഇതിപ്പോൾ ഞാൻ ഇതിൽ ലോഗിൻ ഞാൻ വർക്ക് ചെയ്യണതുകൊണ്ട് എനിക്കിത് എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇതിൻ്റെ ട്രെയിനിങ്ങിൻ്റെ സെക്ഷനാണ്. ഈ സെറ്റിങ്സിൽ പോയാൽ കണ്ടല്ലോ, ട്രെയിനിങ്ങിൻ്റെ സെക്ഷൻ ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് ട്രെയിനിങ്ങിൻ്റെ സെക്ഷൻസ് ഉണ്ട്. ഇതെല്ലാം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ പറ്റുള്ളൂ. കുറേ ഉണ്ട്, എല്ലാം ട്രെയിനിങ്ങുകളാണ്. 37 ഉണ്ട്. ഞാൻ 17 കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഇൻ്റർഫേസ് ഉണ്ടല്ലോ. ഇപ്പോൾ സ്ലോട്ടുകൾ ഒഴിവുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഗായ്സ് ഷാഡോ എഫക്ട്സിൽ ജോയിൻ ചെയ്യുന്നത്. എനിക്കിത് പൂർണ്ണമായിട്ട് ഇതിൽ കാണിച്ചു തരാൻ പറ്റില്ല, കാരണം ഞാൻ ഓൾറെഡി ഇതിൽ വർക്ക് ചെയ്യണതുകൊണ്ട് എനിക്ക് ഒന്നേന്ന് ട്രെയിനിങ് പർപ്പസ് കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇതാണ് ബേസിക് ആയിട്ടുള്ളത്. ജസ്റ്റ് ഷാഡോ എഫക്ട്സ് എന്ന് പ്ലേ സ്റ്റോറിൽ അടിക്കുക, അത് ഓപ്പൺ ആക്കുക. അതിനുശേഷം നിങ്ങൾക്കുള്ള ട്രെയിനിങ് എല്ലാം അതിൽ വരും. എനിക്കത് കാണിച്ചു തരാൻ പറ്റത്തില്ല, കാരണം ഞാൻ ഓൾറെഡി വർക്ക് ചെയ്യുന്നതുകൊണ്ട് എനിക്കൊന്നും കിട്ടത്തില്ല. അപ്പോൾ ഇത്രയാണ് ഗായ്സ്. അടുത്ത ഷാഡോ എഫക്ട്സിൻ്റെ പോസിറ്റീവുകൾ ആദ്യം പറയാം. ഷാഡോ എഫക്ട്സിൻ്റെ പോസിറ്റീവുകൾ എന്ന് പറഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം, നമ്മളിപ്പോൾ ഒരു ഓർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു, അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഓർ നമ്മൾ പിക്ക് ചെയ്ത് ആ സമയം തന്നെ അടുത്ത ഓർ അടിക്കും. പക്ഷേ സൊമാറ്റോയിൽ മറ്റുള്ളതെന്ന് പറഞ്ഞാൽ പിന്നീട് അടിക്കുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ സൊമാറ്റോയിൽ നമ്മൾ ഒരു പ്രാവശ്യം കൊണ്ട് കൊടുത്തതിന് ശേഷം അടുത്തടിക്കും. അല്ലെന്നുണ്ടെങ്കിൽ ഒരെണ്ണം പിക്ക് ചെയ്തതിന് ശേഷം അടുത്തടിക്കും. ഇത് അങ്ങനെയല്ല. നമ്മൾ ഷാഡോ എഫക്ട്സിൽ റെസ്റ്റോറൻറ്റ് ചെല്ലുമ്പോൾ തന്നെ
ഒരു ഓർഡർ അടിച്ച് നമ്മൾ റെസ്റ്റോറൻറ്റ് ചെല്ലുമ്പോൾ തന്നെ ചിലപ്പോൾ അടുത്തടിക്കും. അങ്ങനെ ഒരു ഗുണമുണ്ട്. അതെനിക്കൊരു പോസിറ്റീവായിട്ട് തോന്നി. പിന്നെ അടുത്തൊരു കാര്യം, നമുക്ക് 70% പൈസ നമുക്ക് വിഡ്രോ അടിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് ഷാഡോഫെക്സിൽ. ഇപ്പോൾ നമ്മൾ 1000 രൂപ ഇതാണെന്നുണ്ടെങ്കിൽ അതിലൊരു 700-800 രൂപ അടുപ്പിച്ച് നമുക്ക് വിഡ്രോ അടിക്കാൻ പറ്റും. മാക്സിമം നമുക്ക് വിഡ്രോ അടിക്കാൻ പറ്റും. അതൊരു ഗുണമായിട്ട് തോന്നി. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഷാഡോഫെക്സിൽ റിംഗ് ടൂൺ നല്ല ഒരു നമുക്ക് എന്തോ ഒരു പ്രത്യേക ഒരു എനർജി തരും പോലത്തെ ഒരു റിംഗ് ടൂണാണ്. നമുക്ക് ഓർഡർ എടുക്കാൻ ഒരു ഉത്സാഹം കിട്ടും. സൊമാറ്റോ പോലെയല്ല, കുറച്ചുകൂടെ ഒരു ഇതുണ്ട്. അടുത്തത് നലാമത്തെ പോസിറ്റീവായിട്ടുള്ള കാര്യം, ഷാഡോഫെക്സിൽ നമുക്ക് പിന്നെ ഡെയിലിയും വീക്കിലിയുമായിട്ട് സബ്സ്ക്രിപ്ഷൻ ചെയ്തിട്ട് നമുക്ക് ഓർഡർ കിട്ടാനുള്ള വകുപ്പുണ്ട്. അതാണ് ആപ്ലിക്കേഷനിൽ അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. അതായത് നമുക്ക് ഓർഡർ കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പൈസ ഇപ്പോൾ 29 രൂപ അടച്ച് ഒരു ദിവസത്തേക്ക് നമുക്ക് ഓർഡർ പെയ്ഡായിട്ടുള്ള ഓർഡറുകൾ എടുക്കാൻ പറ്റും. അതാണ് ഒരു സംഭവം. അതായത് നോക്കിയിട്ടില്ല, സംഭവം ആപ്ലിക്കേഷനിലുണ്ട്, എനിക്കറിയാം, ഞാൻ കണ്ട്. അടുത്തത് നെഗറ്റീവ്. ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം, കസ്റ്റമറിൻ്റെ ലൊക്കേഷനിൽ നമുക്ക് ചെന്നാൽ നമുക്ക് കസ്റ്റമറിനെ വിളിക്കാനുള്ളൊരു സെറ്റപ്പില്ല. അഥവാ സെറ്റപ്പ് ഉണ്ടെങ്കിൽ തന്നെ അത് സമയമെടുക്കും. 10-15 മിനിറ്റൊക്കെ ചിലപ്പോൾ എടുക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷേ സൊമാറ്റോയിൽ അങ്ങനെയല്ല. സൊമാറ്റോയിൽ ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് കോൾ ചെയ്യാൻ പറ്റും. പക്ഷേ ഷാഡോഫെക്സിൽ ഇൻസ്റ്റൻ്റായിട്ട് കോൾ ചെയ്യാൻ പറ്റില്ല. പക്ഷേ സപ്പോർട്ട് ഒരുവിധം നല്ലതാണ്. സൊമാറ്റോയെക്കാളും കുറച്ചുകൂടെ ബെറ്റർ ആണെന്നാണ് എനിക്ക് തോന്നിയത്. ചിലപ്പോൾ ഭാവിയിൽ വ്യത്യാസങ്ങൾ വന്നേക്കാം. പിന്നെ കുറച്ചുകൂടെ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ആപ്ലിക്കേഷനിൽ വേണം. ഇപ്പോൾ നമുക്ക് ടീഷർട്ട്, ബാഗ് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ സൊമാറ്റോയിലാണെന്നുണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ തന്നെ നമുക്ക് ബുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷേ ഷാഡോഫെക്സിലാണെങ്കിൽ ആ ഒരു ഓപ്ഷൻ ഇല്ല. അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. അതൊക്കെ ആപ്പിൽ തന്നെ കൊടുത്താൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. എനിക്കിതുവരെ ബാഗും കിട്ടിയിട്ടില്ല, പിന്നെ ടീഷർട്ടും കിട്ടിയിട്ടില്ല. അപ്പോൾ അത് എവിടെ ബുക്ക് ചെയ്യണമെന്ന് ഞാൻ കുറേ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത ഒരു കാര്യം, സബ്സ്ക്രൈബർ ചോദിച്ചിരുന്നു വീക്കിലി ആണോ പേയ്മെൻറ്റ് അത് ഡെയിലി ആണോ? അല്ല, വീക്കിലിയാണ്. സൊമാറ്റോ പോലെ വീക്കിലി റൗണ്ട് ചെയ്താണ് പറഞ്ഞത്. അതായത് തിങ്കൾ മുതൽ ഞായർ വരെയുള്ള പൈസ ചൊവ്വാഴ്ചയോ ബുധനാഴ്ചയോ ആ ഒരു ടൈമിൽ വരും. സൊമാറ്റോയ്ക്ക് ചൊവ്വാഴ്ച, ഇതിന് തിങ്കൾ അല്ലെ ചൊവ്വ ആ ഒരു ബാങ്ക് അക്കൗണ്ടിൽ വരും. അങ്ങനെയാണ് ഇതിൻ്റെ സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. പിന്നെ അടുത്തൊരു സബ്സ്ക്രൈബർ സംശയം ചോദിച്ചിരുന്നത് ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ടോ ഷാഡോഫെക്സിൽ? ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ട്. ഷാഡോഫെക്സിൽ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ്. ആവറേജ് നമുക്ക് ഇപ്പോൾ രാവിലെ 7 മണി തൊട്ട് രാത്രി ഒരു 10-11 മണി വരെ ആവറേജ് ഒരു 26-28 ഓർഡർ കിട്ടാൻ ചാൻസ് ഉണ്ട്. എനിക്ക് 24 വരെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ പാർട്ട് ടൈം ആയിട്ടുള്ളവർക്ക് ഷാഡോഫെക്സ് കൊള്ളാം എൻ്റെ ഒരു അഭിപ്രായത്തിൽ. കാരണം വൈകുന്നേരം 6 മണിക്ക് ശേഷം ഇറങ്ങിയാലും 12 ഓർഡർ അങ്ങോട്ട് എടുത്താൽ 750 രൂപ കിട്ടും. മിനിമം ഗ്യാരൻറ്റിയാണ്. 12 ഓർഡർ മിനിമം എടുത്താൽ 750 രൂപ ഗ്യാരൻറ്റിയാണ്. 6 മണി തൊട്ട് വെളുപ്പിന് 4 മണി വരെ ഉള്ള ആ ടൈമിൽ. അപ്പോൾ ഈ രാവിലെ വർക്ക് ചെയ്യാൻ പോണവർക്കും അല്ലെന്നുണ്ടെങ്കിൽ പഠിക്കാൻ പോണവർക്കൊക്കെ പാർട്ട് ടൈം ആയിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു സെറ്റപ്പ് ഇതിലുണ്ട്. അതെനിക്കൊരു നല്ലൊരു കാര്യമായിട്ട് തോന്നി. പിന്നെ ഷാഡോഫെക്സ് ആണോ സ്വിഗ്ഗി ആണോ സൊമാറ്റോ ആണോ ബെറ്റർ എന്ന് ഒരാൾ ചോദിച്ചിരുന്നു. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് മനസ്സിലായത് ഷാഡോഫെക്സും കൊള്ളാം, സ്വിഗ്ഗിയും കൊള്ളാം, സൊമാറ്റോയും കൊള്ളാം. ഒന്നും കുറ്റം പറയാൻ പറ്റത്തില്ല. ഒന്നിനെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് അത് കൊള്ളത്തില്ല അല്ലെന്നുണ്ടെങ്കിൽ അത് മോശമാണ്, അതിൽ എമൗണ്ട് കുറവാണെന്ന് പറയും. പിറ്റേന്ന് ചിലപ്പോൾ അടുത്തതിൽ ചിലപ്പോൾ അത് അതിലും കുറവായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് എല്ലാം ഓക്കെ എന്നേ പറയാൻ പറ്റുള്ളൂ. ഫാർ ബെറ്റർ ഒന്നും അങ്ങനെ പറയാൻ പറ്റത്തില്ല. ഓക്കെ. പിന്നെ ഷാഡോഫെക്സിൻ്റെ ആപ്പിന് ഇടയ്ക്കിടയ്ക്ക് ചെറിയൊരു വിഷയമായിട്ട് തോന്നുന്നുണ്ട്. അതായത് ക്രാഷ് ആവൊക്കെ. നമ്മളിപ്പോൾ ഓർഡർ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് സ്വൈപ്പ് ചെയ്ത് ഓർഡർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല, പിക്ക് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ തന്നെ നിൽക്കുന്ന ഒരു കുഴപ്പമുണ്ട്. അത് ഇടയ്ക്ക് മാത്രമേ വരുള്ളൂ, എപ്പോഴും ഇല്ല, ഇടയ്ക്ക്. ആദ്യം സൊമാറ്റോയ്ക്ക് അങ്ങനെ പ്രശ്നം ഉണ്ടായിരുന്നു, പിന്നെ അവർ അപ്ഡേറ്റ് ചെയ്ത് റെഡിയാക്കി. ഇപ്പോൾ സൊമാറ്റോയ്ക്ക് അങ്ങനെ വലിയ വിഷയമില്ല, ഇടയ്ക്കിടയ്ക്ക് മാത്രം ചെറിയ പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ ഒരു കുഴപ്പമുണ്ട്, അത് ശ്രദ്ധിക്കണം. പിന്നെ ഷാഡോഫെക്സിൻ്റെ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിലുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. താല്പര്യമുള്ളവർ ആ ലിങ്കിൽ കയറിയിട്ട് ഷാഡോഫെക്സ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. അല്ലാത്തവർക്ക് പ്ലേ സ്റ്റോറിൽ നിന്നായിട്ട് പോയി വേണമെങ്കിലും ചെയ്യാം, അത് നിങ്ങളെ ഇഷ്ടം. സൊമാറ്റോ വെച്ച് നോക്കുമ്പം ഷാഡോഫെക്സിൽ എനിക്ക് ലോങ് അധികം കിട്ടുന്നില്ല. ലോങ് ഓർഡർ അധികം കിട്ടുന്നില്ല.
അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർഡർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു ഗുണമുണ്ട്. സൊമാറ്റോയ്ക്ക് ഇതിൽ ലോങ് കിട്ടുന്നുണ്ട്, പക്ഷേ സൊമാറ്റോ വെച്ച് നോക്കുമ്പം ലോങ് അത്ര കൂടുതലില്ല. ചിലപ്പോൾ ഒരു സൊമാറ്റോയിൽ ഫുൾ ടൈമിൽ നമുക്കൊരു 5 അല്ലെന്നുണ്ടെങ്കിൽ 8 10 ലോങ് കിട്ടിയാൽ ഇതിൽ ചിലപ്പോൾ 2 3 കിട്ടും. അങ്ങനെ ഒരു ഗുണമുണ്ട്. എനിക്കത് മനസ്സിലായ കാര്യമാണ്. അത് നല്ലൊരു കാര്യമാണ്. ഷാഡോഫ്ലെക്സിൻ്റെ ബുക്കിംഗ് ടൈം എന്ന് പറയുന്നത് രാവിലെ 7 മണി തൊട്ട് പിറ്റേന്ന് രാവിലെ 4 മണി വരെയാണ് എൻ്റെ ടൈമിങ്. ഇതിൻ്റെ സമയത്തുള്ളിൽ വർക്ക് ചെയ്താൽ മതി. അപ്പം ഞാൻ ഇവിടെ രാവിലെ ഇവിടുന്ന് പോകും. രാവിലെ ഇവിടുന്ന് പോയിട്ട് രാത്രി ആ ഒരു ടൈമിലാണ് വരുന്നത്. എനിക്ക് ഏകദേശം അറൗണ്ട് ഒരു 24 ഓർഡറൊക്കെ കിട്ടിയിട്ടുണ്ട്. 1300 തൊട്ട് 1500 വരെയൊക്കെ മാക്സിമം കിട്ടിയിട്ടുണ്ട്. എന്നും അത് കിട്ടണമെന്നല്ല, എന്നാലും കിട്ടിയിട്ടുണ്ട്. ഒരു കാര്യം, ഷാഡോഫ്ലെക്സിൽ ഫുഡ് ക്യാൻസലായാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഷാഡോഫ്ലെക്സിൽ ഫുഡ് ക്യാൻസലായാൽ നമ്മൾ കസ്റ്റമർ കെയറെ വിളിച്ച് റിപ്പോർട്ട് ചെയ്യണം. റിപ്പോർട്ട് ചെയ്യുമ്പോൾ അവർ പറയും എന്താണ് ചെയ്യേണ്ടതെന്ന് അവർ പറയും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ചെയ്താൽ മതി. ഒരു സൊമാറ്റോയിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫുഡ് ഒരു പക്ഷേ നമ്മൾ കൊണ്ടുപോയി കസ്റ്റമർ ക്യാൻസൽ ചെയ്തു, ആ ഫുഡ് തിരിച്ച് ആ റെസ്റ്റോറൻറ്റിൽ കൊണ്ട് കൊടുക്കണം. അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. അപ്പോൾ നമുക്ക് അത്രയും സമയം അവിടെ ടൈം വേസ്റ്റ് ആവേ. എമൗണ്ട് കിട്ടും, തുച്ഛമായിട്ടുള്ള എമൗണ്ട് കിട്ടും. അവർ പറയുമ്പോൾ കുറേ 30 40 50 രൂപ കിട്ടും. പക്ഷേ അത്രയൊന്നും കിട്ടില്ല. ഒരു തുച്ഛമായിട്ടുള്ള ഒരു എമൗണ്ടേ കിട്ടുള്ളൂ. അത്രയും സമയം അവിടെ വേസ്റ്റ് ആവും. ചിലപ്പോൾ നമ്മൾ ഫുഡ് കൊണ്ടുപോയി കസ്റ്റമറിൻ്റെ ലൊക്കേഷൻ ചെല്ലും. ഇപ്പോൾ കസ്റ്റമറിനെ വിളിക്കും, കസ്റ്റമർ എടുക്കില്ല. കസ്റ്റമർ ചിലപ്പോൾ അത്യാവശ്യമായിട്ടൊക്കെ നിൽക്കും. അങ്ങനെയൊക്കെ എടുക്കാതെ നിന്ന് നമ്മൾ കസ്റ്റമറെ വെയിറ്റ് ചെയ്ത് അവിടെ 1 മണിക്കൂർ ചിലപ്പോൾ 2 മണിക്കൂറൊക്കെ നിൽക്കേണ്ടി വരും ഒരു പക്ഷേ. അങ്ങനെ അത്രയും സമയം 2 മണിക്കൂർ നിന്നിട്ട് ഓർഡർ ക്യാൻസലാവും. അതിന് ശേഷം പിന്നെ ഒരു 10 മിനിറ്റ് കസ്റ്റമർ കെയറെ വിളിച്ച് അവിടെ നിന്ന് പിന്നെ ഫുഡ് തിരിച്ചു കൊണ്ട് കൊടുക്കാൻ പറയും. അപ്പോൾ തിരിച്ച് നമ്മൾ റെസ്റ്റോറൻറ്റിൽ പോകും. അത് ഒരു അരമണിക്കൂർ പോകും. അങ്ങനെയൊക്കെ ഒരു പ്രശ്നങ്ങളുണ്ട്. ഷാഡോഫ്ലെക്സിലാണെന്നുണ്ടെങ്കിൽ എനിക്ക് ക്യാൻസലായിട്ടുണ്ട്. ഒരു പ്രാവശ്യം 1-2 പ്രാവശ്യം ക്യാൻസലായിട്ടുണ്ട് തോന്നുന്നു. ഒരു പ്രാവശ്യം കൊണ്ട് ക്യാൻസലായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചെയ്തതെന്ന് പറയണത്, പിന്നെ കസ്റ്റമർ കെയറെ വിളിച്ചപ്പോൾ അവർ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾക്ക് വേറൊരു കോൾ വരും, ഇത് കറക്റ്റായിട്ടുള്ള കോളല്ല, ഇത് ജസ്റ്റ് നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള കോൾ മാത്രമാണ്. അപ്പോൾ അടുത്തൊരു കോൾ വരും എന്ന് പറഞ്ഞു. അപ്പോൾ അടുത്തൊരു കോൾ വന്നു. സ്വിഗ്ഗിയിൽ നിന്നാണ് വന്നത്. സ്വിഗ്ഗിയിലെ കസ്റ്റമർ കെയർ ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു എന്ത് കേട്ട് തിരിച്ചുകൊണ്ട് കൊടുക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു വേണ്ട, കസ്റ്റമർ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്, ഫുഡ് പിന്നെ നിങ്ങൾക്ക് എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം, ക്യാൻസലായ ഫുഡിൻ്റെ ഇപ്പോൾ നമ്മൾ ട്രിപ്പിൻ്റെ പൈസ നമുക്ക് കിട്ടത്തില്ല. ഇപ്പം നമ്മൾ 60 രൂപയ്ക്കാണ് നമ്മൾ ഒരു ഓർഡർ കൊണ്ട് പോയി, കസ്റ്റമർ ലൊക്കേഷൻ തന്നപ്പോൾ കസ്റ്റമർ ക്യാൻസൽ ചെയ്തു. നമ്മളെല്ലാം വിളിച്ച് റിപ്പോർട്ടെല്ലാം ചെയ്തു, എല്ലാം ഓക്കെ ആക്കി, ക്യാൻസലായി, ഫുഡ് ക്യാൻസലായി. പക്ഷേ അതിൻ്റെ എമൗണ്ട് നമുക്ക് കിട്ടത്തില്ല. ഫുഡ് ചിലപ്പോൾ നമുക്ക് കിട്ടും, ചിലപ്പോൾ അതിൻ്റെ എമൗണ്ട് കിട്ടത്തില്ല. 1-2 പ്രാവശ്യം എനിക്ക് ആവത്തുമ്പോൾ ഞാൻ കസ്റ്റമർ കെയറിൽ അത് റിപ്പോർട്ട് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ റിപ്ലൈ അങ്ങനെയാണ്, ക്യാൻസലായ ഫുഡിൻ്റെ ട്രിപ്പിൻ്റെ പൈസ നമുക്ക് കിട്ടത്തില്ല. ഫുഡ് നമ്മൾക്ക് കിട്ടും, ട്രിപ്പിൻ്റെ പൈസ കിട്ടത്തില്ല. അങ്ങനെ അത് ശ്രദ്ധിക്കണം. ക്യാൻസലായാൽ നിങ്ങൾ ഉടനെ തന്നെ, ഒരു പക്ഷേ നിങ്ങളായിട്ട് ക്യാൻസൽ ആക്കരുത്, മാക്സിമം നിങ്ങൾ ക്യാൻസൽ ചെയ്യാതിരിക്കാൻ നോക്കുക. അത്ര അർജൻറ്റായിട്ടുള്ള മാത്രം വിളിച്ച് റിപ്പോർട്ട് ചെയ്ത് ക്യാൻസൽ ചെയ്യാൻ ശ്രദ്ധിക്കുക. മാക്സിമം ക്യാൻസലേഷൻ ഒഴിവാക്കാൻ ശ്രമിക്കണം. അഥവാ ക്യാൻസലായാൽ കസ്റ്റമർ കെയർ വിളിച്ച് റിപ്പോർട്ട് ചെയ്യുക. അവർ എന്താണ് ചെയ്യേണ്ടതെന്ന് അവർ പറയും. അടുത്തത്, ഷാഡോഫ്ലെക്സിൽ വീക്കിലി പേയ്മെൻറ്റ് ഉണ്ടോ എന്നൊരു ഡൗട്ട് എല്ലാവർക്കും ഉണ്ടാവും. വീക്കിലി പേയ്മെൻറ്റ് ഇതുവരെ ആപ്ലിക്കേഷനിൽ കാണിച്ചിട്ടില്ല. ഇനി എങ്ങനെ പറഞ്ഞെങ്കിലേ ഉള്ളൂ. ഡെയിലി മിനിമം ഗ്യാരണ്ടി മാത്രമേ കാണിച്ചിട്ടുള്ളൂ. ഇൻസെൻറ്റീവായിട്ട് പ്രത്യേകം കൊടുത്തിട്ടുമില്ല. മിനിമം ഗ്യാരണ്ടി, അപ്പോൾ 24 ഓർഡർ എടുത്താൽ 1300 1500 കിട്ടും. ആ ഒരു ഇതേ കൊടുത്തിട്ടുള്ളൂ. ഇൻസെൻറ്റീവായിട്ട് കൊടുത്തിട്ടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പലർക്കും സംശയം ഉണ്ടായിരിക്കും നമ്മളെ ചാനലിനെ കുറിച്ചും കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന്, എന്താണ് ഫോക്കസ് ചെയ്യണമെന്ന്. മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ട്രാവലും ഫുഡുമാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പം നമ്മളെ ബഡ്ജറ്റ് കമ്മി ആയതുകൊണ്ടാണ്, പൈസയിലെ കുറവുകൊണ്ടാണ് നമ്മളിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നത്. പൈസ റെഡി ആവുന്ന സമയത്ത് നമ്മൾ ട്രാവൽ കൂടെ ചെയ്യും. ഇത് സൊമാറ്റോ വ്ളോഗല്ല, അല്ലാതെ ട്രാവൽ ചെയ്യും. പിന്നെ മെയിനായിട്ട് ഞാൻ ഫോക്കസ് ചെയ്യുന്നത് യൂട്യൂബ് ചാനൽ തന്നെയാണ്. അതാണ് മെയിനായിട്ട് എൻ്റെ ജോലിയായിട്ട് എനിക്ക് താല്പര്യമുള്ളത്. യൂട്യൂബ് ചാനലാണ്, വ്ളോഗിങ് ആണ്. ഇപ്പോൾ സൊമാറ്റോ അല്ലെന്നുണ്ടെങ്കിൽ ഷാഡോഫ്ലെക്സ് ഓർണത് പൈസ നമുക്ക് ട്രാവൽ ചെയ്യാനും വീഡിയോ ചെയ്യാനുള്ള എമൗണ്ടിന് വേണ്ടിയാണ് ചെയ്യുന്നത്. മെയിനായിട്ട് എനിക്കിഷ്ടം യൂട്യൂബ് ചെയ്യാനാണ്. അപ്പോൾ അതിൻ്റെ സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളെല്ലാം കൂടി പറഞ്ഞ അനുസരിച്ച് നമ്മളത് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യുന്നതായിരിക്കും.
നമുക്ക് ഫുൾ ടൈം ഒരു യൂട്യൂബർ ആവാനാണ് താല്പര്യം. അപ്പം അങ്ങനെ ഒരു ഇതുണ്ട്. അപ്പം ഇത് യൂട്യൂബിൻ്റെ പെർഫോമൻസ് അനുസരിച്ച് നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ബൈ ഗായ്സ്, അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. ഇത് ഒത്തിരി പേർക്ക് ഇത് ഉപകാരം ഒരുപക്ഷെ പെട്ടേക്കാം. അതുകൊണ്ട് നിങ്ങൾ ഒത്തിരി പേർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.